പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയായി കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസന അൾത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാര്, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ 4 ദിവസവും വിശ്വാസ വളർച്ചയുടെ വിവിധ ഘടകങ്ങളെയും അതിൻ്റെ വളർച്ചയുടെ പരിണാമ ദിശകളെയും ആ വിശ്വാസം വളർന്ന് സ്നേഹമാകുന്നതും
വിശ്വാസം വളർന്ന് ക്ഷമയാകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിനക്ക് സ്നേഹവും ക്ഷമയും ഉണ്ടെങ്കിൽ കടുത്ത വിശ്വാസിയാണ് നീ എന്നുള്ള അസസ്മെൻ്റാണ് വരണത്. ഇതിനെ ചുവട് പിടിച്ച് ഇനി പത്രോസ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം ഇതിൻ്റെ മുഴുവനും വിശ്വാസ വളർച്ചയുടെ മുഴുവനും ടീച്ചിങ് എയ്ഡ്, അതുപോലെ തന്നെ പരീക്ഷണ നിലവെന്ന് പറയാം. പുതിയ പുതിയ വളങ്ങൾ കാണുമ്പോൾ കർഷകർ അത് നേരിട്ട് കൊണ്ടുപോയി പാടശേഖരത്തിൽ എല്ലാத்தைയും വിതറത്തില്ല. ആദ്യം ഒരു മാതൃക തോട്ടം ഉണ്ടാക്കിയിട്ട് അവിടെ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കും. കർത്താവ് സുവിശേഷത്തിൽ കർത്താവ് കൊണ്ടുവന്ന പുതിയ ഐറ്റംസ് എല്ലാം, വിശ്വാസത്തിൻ്റെ പുതിയ ഐറ്റംസ് എല്ലാം കർത്താവ് ഒരു മാതൃക തോട്ടം ഉണ്ടാക്കി കർത്താവ് പരീക്ഷിച്ചിട്ടാണ് പുറത്തേക്ക് വിതരണം ചെയ്യേണ്ടത്. അതിൻ്റെ ആ മാതൃക തോട്ടത്തിൻ്റെ പേരാണ് പത്രോസ്. കർത്താവിൻ്റെ പരീക്ഷയുടെ തോട്ടമാണ്. ഇവൻ തോറ്റ കർത്താവ് തോക്കും. അത് കാരണം പത്രോസിനോട് ശാസിച്ചും സ്നേഹിച്ചും അതിമനോഹരമായിട്ട് കൊണ്ടുനടക്കണം കാണാം. വല്ലാത്തൊരു ബന്ധമാണ് അവർ തമ്മിൽ. അപ്പം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പത്രോസ് ഒത്തിരി കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പഠിച്ചു. കർത്താവിൻ്റെ ആ ലൈൻ പത്രോസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ശരി, കർത്താവിനെ ടൈറ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് പത്രോസ്. അപ്പം പല കാര്യങ്ങളും പത്രോസിന് റേഷൻ വിലക്കാണ് കിട്ടുന്നത്. ഭയങ്കര റേഷൻ വില എന്ന് പറയണത്. പത്രോസിനോട് പറയും, ഇതിൻ്റെ വില നീ കൊടുക്കണില്ല, ഇത് പിതാവ് സൗജന്യം ദാനം തന്നിരിക്കുന്നതാണ്, നിനക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറയും. അതാണ് എൻ്റെ പിതാവ് വെളിപ്പെടുത്തുന്നതാണെന്നൊക്കെ പറയുന്നത്. വളരെ ഭയങ്കര അമൂല്യമായ സംഭവങ്ങളെ കാശ് വാങ്ങിക്കാൻ സൗജന്യമായിട്ട് കൊടുക്കും. അത് ഈ പത്രോസ് ആണ് ഈ മാതൃക പൂന്തോട്ടമായിട്ടിരിക്കണല്ലേ കർത്താവിൻ്റെ പരീക്ഷണങ്ങളെ എല്ലാത്തിൻ്റെയും. ഒരു 10 ബൈബിൾ എടുക്കാൻ വഴി ഇവർ തമ്മിലുള്ള റിലേഷൻസ് ഒന്ന് അനലൈസ് ചെയ്യണമെങ്കിൽ അത് മനോഹരമാണ്. അപ്പം ഇതിലേക്ക് പത്രോസ് 2 കാര്യം കണ്ടുപിടിച്ചു. എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞ് പത്രോസാണ് അന്ന് വെട്ടണത്. കർത്താവ് എൻ്റെ സഹോദരനോട് ഞാൻ എത്രമാത്രം ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ് 70 പ്രാവശ്യം. അപ്പം പത്രോസ് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. അപ്പം അന്ന് മനസ്സിലായി വിശ്വാസത്തിന് ക്ഷമയെന്നുള്ള ഒരു അപരനുണ്ടെന്ന്. വിശ്വാസത്തിന് ക്ഷമയെന്നുള്ള അപരനുണ്ട്. അത് പൗലോസും അത് ഐഡിയക്കാരനാണ്. അതാണ് 1 തെസ്സലോനിയൻസ് നമ്മൾ കാണിച്ചത്. വിശ്വാസത്തിന് സഹോദര സ്നേഹം എന്നുള്ള അപരനെ കണ്ടുപിടിച്ചത് പൗലോസാണ്. അത് അദ്ദേഹം ഒരു ഈ ശിഷ്യത്വത്തിന് പണിശാലയിലെ ഏകലവ്യനാണ്. കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചില്ലെങ്കിലും ആത്മാവിൽ എപ്പോഴും പൗലോസിനെ ദൈവം സ്വകാര്യമായി പഠിപ്പിക്കുമായിരുന്നു. പക്ഷെ പഠിപ്പിക്കുന്ന സിലബസ് എല്ലാം സെയിം ആണെന്നേ ഉള്ളൂ. പക്ഷെ പത്രോസ് ആ പഠനത്തിൽ കുറച്ച് അഡ്വാൻസ് ആയി. എന്നിട്ട് ഇവർ രണ്ടുപേരും ഈ വിഷയം അതിമനോഹരമായിട്ട് അവതരിപ്പിക്കും. വിശ്വാസത്തിൻ്റെ നിറഭേദങ്ങളെക്കുറിച്ചും അതിൻ്റെ തന്മാത്രകളുടെ കോമ്പൗണ്ട്, അത് മാറി വരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യമാണ്. അതിലൊരു കാര്യം പറയണത് പത്രോസ് വിശ്വാസത്തിൻ്റെ കോമ്പോണൻസിനെ കുറിച്ചും അത് കോമ്പൗണ്ടായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് പത്രോസ് പറയും. അത് നേരത്തെ ഇങ്ങനെ പഠിച്ച ക്ഷമയെന്നുള്ള സംഭവത്തിൽ നിന്ന് പിന്നീട് പത്രോസ് പറയണത് വിശ്വാസം എന്താണെന്ന് പറയുന്നുണ്ട്. വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറയുന്നുണ്ടല്ലോ. വർദ്ധിച്ചിട്ട് എന്തായിട്ട് മാറും? ഇപ്പം എല്ലാവരും പറയും വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിച്ചാൽ എന്തായിട്ട് മാറും? എന്ത് നമ്മളിൽ കാണുമ്പോഴാണ് വിശ്വാസം വർദ്ധിച്ചൊന്ന് നമ്മൾ മനസ്സിലാക്കണത്. 2 പത്രോസിന് 1:5 ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുകൃതം കൊണ്ടും വേണ്ട സംഭവം വെറുതെ വേണ്ട. എന്താ നേരത്തെ പറഞ്ഞത്? വിശ്വാസത്തെ സുകൃതം കൊണ്ടും സുകൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവിൻ. വിശ്വാസം സമ്പൂർണ്ണമാക്കണമെങ്കിൽ അപ്പം എന്താണ് സമ്പൂർണ്ണമാക്കണത്? ശരിക്കും പറഞ്ഞാൽ വിശ്വാസമാണ് സമ്പൂർണ്ണമാക്കണത്. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് ഇവർ ലൂക്ക 17:5 പറഞ്ഞില്ലേ? ഈ വിശ്വാസം വർദ്ധിച്ചാൽ എങ്ങനെയാണ് ഇരിക്കണത്? അതെന്താണ്? ആദ്യം വിശ്വാസം വർദ്ധിക്കണത് എങ്ങനെയാണ്?
വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. ഈ ഉടമ്പടിയിലൊക്കെ ഇത്രയും രാത്രിയും പകലും കൃപാസനത്തിൽ ആൾക്കാർ വരികയും ഉടമ്പടിയിൽ ആൾക്കാർ ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഈ വിശ്വാസത്തിൻ്റെ ജീവിത കളരിയിൽ സുഹൃതങ്ങൾ ഒത്തിരി മനുഷ്യർ അഭ്യർത്ഥിക്കുന്നുണ്ട്. വീട്ടിലും നാട്ടിലും അപരിചിതമായ മേഖലകളിലും എല്ലാം വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കൃപാവര പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വിശ്വാസത്തെ ഇവർ വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ദിവസങ്ങളിൽ കണ്ടത് എന്താണ്? വിശ്വാസത്തിൻ്റെ അപരന്മാരെന്തൊക്കെയാണ്? വിശ്വാസത്തിൻ്റെ പരിഷ്കൃത രൂപങ്ങൾ, വിശ്വാസത്തിൻ്റെ റിഫൈൻഡ് ആയിട്ടുള്ള വിശ്വാസത്തിൻ്റെ റിഫൈൻഡ് എന്താ വെച്ചാൽ സംസ്കൃത രൂപങ്ങൾ. വിശ്വാസത്തിൻ്റെ സംസ്കൃത രൂപങ്ങളെന്ന് പറയുമ്പോൾ ഒന്നെന്താണ്? പരസ്പര സ്നേഹം. വിശ്വാസത്തിൻ്റെ സംസ്കൃത രൂപം രണ്ടെന്താണ്? ക്ഷമ. നമ്മളത് ഇന്നലെ കണ്ടായിരുന്നു. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. സ്നേഹം തന്നെയാണേ, പക്ഷെ അതിനകത്തൊരു സഹനമുണ്ട്. അതുകൊണ്ട് സഹിക്കുന്ന സ്നേഹമാണ് വിശ്വാസം അല്ലെങ്കിൽ ക്ഷമ. അതും ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ്. ഇപ്പം എന്തോ ഒരു കുഴപ്പം വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം എന്നുള്ളത് ആശയപരമായ എന്തോ വിഷയമായിട്ടാണ് പലരുടെയും തിരക്കേറിയിരിക്കുന്നത്. എന്നല്ല, ഇത് യേശുക്രിസ്തു എന്ന് പറഞ്ഞൊരു റിഡംറ്റീവ് പ്രോജക്റ്റിൻ്റെ ആ ഒരു പേഴ്സണിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ പ്രക്രിയ അല്ലെങ്കിൽ മുന്നേറ്റങ്ങളിൽ വരുന്നതാണ് എന്താണ്? ഒന്ന് സ്നേഹം, അതും വിശ്വാസം തന്നെ. രണ്ട് ക്ഷമ നമ്മൾ കണ്ടു. ഇപ്പം എന്താ പറയണത്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽപ്രവൃത്തികൾ അല്ലെങ്കിൽ കൃപാവര പ്രവൃത്തികൾ. പിന്നെന്താ? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. ഇപ്പം സുഹൃതം ഇങ്ങനെ കൂട്ടി വരുമ്പോൾ എന്തുമാത്രം സുഹൃതങ്ങളാണ് ആൾക്കാർ ചെയ്തു കൊടുക്കുക. ഇപ്പം പണ്ട് നന്മ മലകൾ എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം മരങ്ങളിവിടെ വാടിക്കൊഴിഞ്ഞ് വീണ മണ്ണാണിത്. ഇപ്പം നന്മ മരങ്ങളൊന്നും കുറിച്ച് കേൾക്കണില്ലല്ലോ. ആ സുഹൃതങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃതത്തെ എന്താണ്? ജ്ഞാനം കൊണ്ട്. അല്ല, കേവലം ഒരു മനുഷ്യന് ഒരു സുഹൃതം ചെയ്യുന്നതിന് അടിസ്ഥാനങ്ങളുണ്ടാകണം. സുവിശേഷ സുഹൃതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തുവാണ്. അപ്പം ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ് ജ്ഞാനത്തിൽ വരുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് അനുഭവം, അറിവും ആ എന്തിനു വേണ്ടിയാണ് ഇപ്പം സുഹൃതം ചെയ്യുന്നത്, സുഹൃതം ഒരാൾ ചെയ്യണത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ. അതാണ് എൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ. അല്ലെങ്കിൽ ഇപ്പം ചില ആൾക്കാരെ വോട്ട് ചെയ്യാൻ വേണ്ടി കാറ് പിടിച്ചാൽ കൊണ്ടുപോകത്തില്ലേ? വോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ കാറും ഉണ്ടാകത്തില്ല, സൈക്കിളും ഉണ്ടാകത്തില്ല. അങ്ങനെ സുഹൃത്തം ചെയ്യുന്ന ആൾക്കാരില്ലേ നാട്ടിൽ? അതുപോലെ ജ്ഞാനമില്ല അതിനകത്ത്. നമുക്ക് സുഹൃത്തം ചെയ്യുമ്പോൾ ഒരു ജ്ഞാനമുണ്ട്. എന്താണ്? ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയും ദൈവവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം പറയാം. ഓരോ ദിവസം കേട്ടാൽ മതി. ഇപ്പം അതായത് ആദ്യം നമ്മൾ വിശ്വാസം സ്നേഹമാണെന്ന് കണ്ടു, വിശ്വാസം ക്ഷമയാണെന്ന് കണ്ടു, ഇപ്പോൾ വിശ്വാസം സുഹൃതമാണെന്ന് കണ്ടു, വിശ്വാസം ജ്ഞാനമാണെന്ന് കണ്ടു. അപ്പം നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടെങ്കിൽ, സുഹൃതം ഉണ്ടെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ, സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വിശ്വാസിയാണെന്ന് അർത്ഥം. മർക്കോസ് 9:41. മർക്കോസ് 9:41. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇവിടുത്തെ പ്രാധാന്യം എന്താണ്? നമ്മൾ കൊടുക്കണതും മേടിക്കണതും എല്ലാത്തിനും പിന്നിൽ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട്. എന്താണ്? അവൻ്റെ നാമത്തിൽ. അപ്പോൾ മർക്കോസിൻ്റെ എത്രയാണത്? 9:41. 37 എടുത്തേ. 9:37 എടുത്തേ. മർക്കോസ് 9:37.
ഇതുപോലുള്ള ഒരു ശിശുവിനെ ഇതുപോലുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. ഇതാണ് പ്രശ്നം. നമ്മൾ ചെയ്യുന്ന പത്രം കൊടുക്കണ പ്രേക്ഷിത പ്രവർത്തനമായാലും, രോഗികളെ പോയി കാണുന്നതായാലും, ആശുപത്രിയിൽ പോയി ഭക്ഷണം കൊടുക്കണമായാലും, വസ്ത്രം കൊടുക്കണമായാലും എല്ലാം ചെയ്യുന്നത് പ്രാർത്ഥനയാകണം. എപ്പോഴാണത്? അവൻ്റെ നാമത്തിൽ ചെയ്യുമ്പോഴാണ്. അവൻ്റെ കാര്യം വെച്ചാൽ ദൈവം എല്ലാ കൃപയും സിംഗിൾ അക്കൗണ്ടിലാക്കിയിരിക്കുകയാണ്. പല അക്കൗണ്ടൊന്നും ഇല്ല, ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. ഏക രക്ഷകൻ എന്ന് പറയുമ്പോൾ ചില അച്ഛന്മാർ തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് എൻ്റെ കഥയിൽ അറിയാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞ എല്ലാം മാതാവ് സഹായിച്ചു മാതാവ് സുഖപ്പെടുത്തിയാൽ പറയണം. ചില അച്ഛന്മാർക്ക് ശരിക്കും കുരു കിട്ടും അത് കേൾക്കുമ്പോൾ. അവർ പറയും മാതാവല്ല ദൈവം യേശുവാണ് ഏകരക്ഷകൻ. ഇതാര് പറഞ്ഞല്ലെന്ന്. കർത്താവിൻ്റെ നമുക്ക് മനുഷ്യരാശിക്ക് നിത്യരക്ഷ നൽകുന്നത് ഒരു നാമം മാത്രമേ ഉള്ളൂ. ഈശോയുടെ നാമമാണ്. ഈശോയുടെ നാമത്തെ എന്തുമാത്രം മഹത്വപ്പെടുത്താൻ ആർക്ക് കഴിയും? ഈ ഭൂമിയിൽ മാതാവിനെ പോയല്ലാതെ ആർക്ക് കഴിയും? കാര്യം ആ നാമത്തിൻ്റെ മഹത്വം അറിഞ്ഞ ആളാണ്. നമ്മുടെ പോലെയുള്ള വിശ്വാസമല്ലേ, നമുക്ക് അത്ഭുതങ്ങൾ കാണണ്ടേ? അതല്ലേ ഈശോ ചോദിക്കുന്നത്. അത്ഭുതങ്ങൾ കണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയണില്ലേ? സാധാരണ മനുഷ്യരെയും അമ്മയും തമ്മിൽ ഈശോ അവിടെ വെച്ചിട്ട് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി തിരിക്കണം അവിടെ വെച്ചാണ്. അതുപോലെ നിങ്ങൾ അത്ഭുതം കണ്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 6:26. യോഹന്നാൻ 6:26. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പൊ ഈശോനെ അന്വേഷിക്കണമെങ്കിൽ സാധാരണ മനുഷ്യർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അവരെ അന്വേഷണമൊക്കെ നിർത്തും. അതാണ് വിഷയം, സാധാരണ മനുഷ്യർ. പക്ഷെ അമ്മ അങ്ങനെയല്ല. അപ്പം വർദ്ധിപ്പിച്ചില്ലെങ്കിലും വെള്ളം വീഞ്ഞാക്കിയില്ലെങ്കിലും യേശുവിനെ അമ്മ അന്വേഷിക്കും. എങ്ങനെ അന്വേഷിക്കും? യേശു കൈമോശം വന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ. അതാണ് യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ അമ്മ പറഞ്ഞ വാക്കില്ലേ, എൻ്റെ മകനെ ഞാനും നിൻ്റെ പിതാവും കൂടി എന്ത് ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2:48. ലൂക്ക 2:48 വായിച്ചോളൂ. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. എന്താണ് വിഷയം? ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അത് 2:48. ഈ 2:48 കൂടെയാണ് യോഹന്നാൻ 6:26 ലൂപ്പ് ചെയ്യേണ്ടത്. എന്താ പറയണത്? അടയാളങ്ങൾ കണ്ടുകൊണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കത്തില്ലല്ലോ. ഇപ്പം മനുഷ്യനെ വിശ്വസിക്കണമെങ്കിൽ അടയാളം കാണണം. അടയാളം ഉള്ളത് കൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടാണ് എന്നെ അന്വേഷിക്കണത്. അപ്പം എന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കത്തില്ല. പക്ഷേ അമ്മയ്ക്ക് യേശുവിനെ അന്വേഷിക്കാൻ അപ്പത്തിൻ്റെ ആവശ്യമില്ല. യേശുവിനെ കൈമോശം വന്നാൽ മതി. യേശുവിനെ കൺവെട്ടത്തിൽ നിന്ന് മറഞ്ഞിരിക്കണ കണ്ടാൽ അപ്പം അമ്മ പട്ടിണി നിന്നുകൊണ്ട് യേശുവിനെ അന്വേഷിക്കും. ദൈവവേദലേ, എന്നാണ് നിൻ്റെ മുമ്പിൽ നിന്ന് നിൻ്റെ ദൈവത്തെ നിനക്ക് കൈമോശം വരണത്? നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കണത്, ബൈബിൾ വായിക്കാൻ പറ്റാതിരിക്കണത്, ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷമില്ലാത്തത്, ദാറ്റ് യു ഹാവ് ഓൾറെഡി മിസ്ഡ് ജീസസ്. നിങ്ങൾക്ക് കർത്താവിന് നഷ്ടപ്പെട്ടു എങ്കിൽ ഈ അമ്മയെപ്പോലെ അപ്പം തിന്ന് സംതൃപ്തരായത് കൊണ്ടല്ല, അപ്പം കിട്ടുമെന്നുള്ള ആശയം പ്രത്യാശ ഉള്ളത് കൊണ്ടല്ല. യേശുവിനെ നഷ്ടപ്പെട്ടു, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, കുർബാനയ്ക്ക് പോകാൻ കഴിയുന്നില്ല, കുടുംബ പ്രാർത്ഥന ചെയ്യാൻ കഴിയുന്നില്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് ഈശോയെ നഷ്ടപ്പെട്ടവർ തോന്നിയാൽ അമ്മയെപ്പോലെ മനസ്സിടറിക്കൊണ്ട് അന്വേഷിക്കാൻ പോകുമെങ്കിലേ അപ്പോഴും ഈശോ നമ്മൾ യഥാർത്ഥ യേശുവിൻ്റെ അമ്മയായി മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അടയാളങ്ങൾ കാണാതെ അന്വേഷിച്ച
അടയാളം കാണാതെ അന്വേഷിച്ച അമ്മയുടെ മക്കളായ ഞങ്ങള് അമ്മയുടെ മക്കളായ ഞങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അങ്കലാപ്പോടെ അമ്മയെപ്പോലെ ഉത്കണ്ഠയോടെ തിരിച്ചു നടക്കാൻ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. തിരിച്ചു നടക്കാൻ അഭിഷേകം നൽകണമേ. നേടിയെടുക്കാൻ ഒരു കാര്യമില്ലാത്ത, ഒരു വിഷയമില്ലാത്ത അവസ്ഥയിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്പേസ് എവിടെയാണ്? സുഖപ്പെടാൻ ഒരു രോഗമില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് സ്പേസ് എവിടെയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് വെച്ചാണ് നീയും ദൈവവും തമ്മിൽ എന്തുമാത്രം അടുപ്പമാണ്, അകലെയാണെന്ന് തിരിച്ചറിയണത്. നേടിയെടുക്കാൻ ഒരു കാര്യമില്ല, ജയിക്കാൻ ഒരു പരീക്ഷയില്ല, സുഖപ്പെടാൻ ഒരു രോഗമില്ല, കിട്ടാൻ ഒരു ജോലിയില്ല, വസിക്കാൻ ഒരു വീടിൻ്റെ വിഷയമില്ല. അങ്ങനെ വന്നാൽ നീയും നിൻ്റെ ദൈവവും തമ്മിൽ എന്തായിരിക്കും? അടുപ്പമോ അകലമോ? അതെന്നും ഒരു വിശ്വാസി അവനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നീയും ദൈവവും തമ്മിൽ എന്തുമാത്രം ബന്ധമുണ്ട് എന്നറിയണമെങ്കിൽ ദൈവത്തിൽ നിന്നൊരു ആനുകൂല്യം കിട്ടാതിരിക്കുമ്പോഴും ദൈവത്തെ അന്വേഷിച്ച് മനസ്സിലെ ഉത്കണ്ഠയോടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. കിട്ടുമോ, കണ്ടുമുട്ടുമോ? അതാണ് അമ്മ പറയണത്, എൻ്റെ മകനെ, ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടുകൂടിയാണ്. വെറുതെയുള്ള അന്വേഷണമല്ല, കണ്ടു കിട്ടാൻ കഴിയുമോ, ഇനി ഒരിക്കലും കാണാതിരിക്കുമോ? ഇങ്ങനെ പല പല ചിന്തകളുമായിട്ടാണ് അമ്മ യേശുവിനെ തിരക്കി പോണത്. അവസാനം കണ്ടുമുട്ടുമ്പോഴും അമ്മ തൻ്റെ മനസ്സിലുണ്ടായ വിഷയങ്ങളെല്ലാം അതുപോലെ ഈശോയോട് പറയും. എൻ്റെ ദൈവത്തിലെ ഈ ധ്യാനത്തിൽ ഈശോ എന്താ പറയണം? നിനക്കെപ്പോഴും മിസ്സാകുന്നുണ്ടെന്ന് നോക്കണം ജീസസിനെ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ഇപ്പം കുടുംബത്തിലാകുമ്പോൾ എപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകും, എപ്പോഴും ഇഷ്യൂ. ഇപ്പം കടലിൽ എങ്ങനെയാണ് ഓക്സിജൻ ഉണ്ടാകുന്നത്? അത് സ്ഥിരതല്ല. ഈ കടലിലെ മത്സ്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ ജലാശയത്തിലെ മത്സ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് ഭക്ഷണം ഓക്സിജൻ എടുക്കുന്നത്? വെള്ളത്തിൽ നിന്നല്ലേ. മഴയും കാറ്റും വരുമ്പോൾ ഓളങ്ങൾ ഉണ്ടാകുന്നതും എല്ലാം ഓക്സിജൻ അല്ലേ കിട്ടുന്നത്. അപ്പോൾ കടലിലുള്ള ജീവികളെ ഉദ്ദേശിച്ചിട്ടാണ് അതിന് തിരച്ചിലുള്ളത്. പ്രാണവായുവും തിരയിലെ പിടച്ചിലും തമ്മിൽ ഭയങ്കര ബന്ധമാണ് ശരിക്കും. ഇപ്പം നമ്മൾ തന്നെ തിരയൊന്നും ഇല്ലാ സ്ഥലങ്ങളിലൊക്കെ ചെമ്മീനൊക്കെ വളർത്തുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ശാസ്ത്രീയമായിട്ട് ചെമ്മീൻ വളർത്തുന്ന സ്ഥലങ്ങളിൽ തന്നെ താൻ തിര ഉണ്ടാക്കി കൊടുക്കും. ഒരു മെഷീൻ വെച്ച് തിര ഉണ്ടാക്കി കൊടുക്കും, പതപ്പിച്ച്, വെള്ളം പതപ്പിച്ച് കൊടുക്കും. ഒരു വലിയൊരു മോട്ടർ വെച്ചിട്ട്, ഇങ്ങനെ ഇലകളുള്ള ഒരു മോട്ടർ വെച്ചിട്ട് കറക്കി. അപ്പോൾ ഞാൻ ചോദിക്കും എന്നാ പരിപാടി? അപ്പോൾ വെഞ്ചരിക്കാനൊക്കെ ഈ പാടശേഖരത്തിൽ ഞാൻ പോകുമ്പോൾ ഞാൻ ഇത് 4 മോട്ടറൊക്കെ വെച്ചിരിക്കുന്നത്. മോട്ടറല്ല, ഇങ്ങനെ ഒരു പങ്കയാണ്, വെള്ളത്തിൽ കിടന്ന് കറങ്ങി പോകാത്ത. എന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അടിച്ച് കറക്കി പതപ്പിച്ചെടുക്കും. അപ്പോൾ ഓക്സിജൻ, ക്രിയേറ്റിംഗ് ഓക്സിജൻ. അപ്പോഴെനിക്ക് മനസ്സിലായി, വെള്ളമായ പതയും തിരയും ഉണ്ടാവും. എന്തിനാണ്? അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഓക്സിജന് വേണ്ടിയാണ്. നിൻ്റെ ഹൃദയത്തിൽ ദൈവം ഉള്ളിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവിന് ഓക്സിജൻ വേണം. അതുകൊണ്ട് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തിരയില്ലാത്തൊരു കടലിനെ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റത്തില്ല. തിര ഓക്സിജൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ നിൻ്റെ ആത്മാവിന് ദൈവത്തിന് അനുഭവിക്കാൻ വേണ്ടി ഇടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകും, തിരയുണ്ടാകും. ഇത് അക്സെപ്റ്റ് ചെയ്യണം. ഈ ആഴ്ച നല്ലതാണെന്ന് വിചാരിച്ചോ, സന്തോഷമായിരിക്കും. ഇപ്പോൾ ചിലർ വാരഫലക്കാർ ചോദിക്കുക, നിൻ്റെ ഈ ആഴ്ച, എല്ലാവരും ഉടനെ എടുത്ത് നോക്കും. ആൾക്കാർക്ക് അമർത്തിയിടാൻ പറ്റിയ സാധനമാണത്, ഈ ആഴ്ച, നിൻ്റെ ഈ ആഴ്ച. അപ്പം നമ്മൾ വായിക്കണത് എന്താണ്? വായിക്കണത് ഈ ആഴ്ച എങ്ങനെയാണെന്നാണ് വായിക്കണത്. അപ്പോൾ അവിടെ ഒരു പറയണ എല്ലാം നല്ല കാര്യമായിരിക്കും. നിന്നെ ടെൻഷൻ അടപ്പിക്കേണ്ട, പതപ്പിക്കേണ്ട, നിനക്ക് ഓക്സിജൻ കിട്ടേണ്ട, ആത്മാവ് ചത്തുപോട്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് വാരപഥക്കാരൻ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പതപ്പിക്കാൻ ഇഷ്ടമില്ല അവർക്ക്, ശാന്തമായി കിടക്കട്ടെ എന്നാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ശാന്തതയാണ്. പക്ഷേ ദൈവത്തിന് ശാന്തത വേണ്ട. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നു, ഞാൻ തിര അടുപ്പിക്കാൻ വേണ്ടി വന്നു, ഞാൻ ഓക്സിജൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നു, നിൻ്റെ ആത്മാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഭൂമിയിൽ വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ലൂക്ക 12:49. ലൂക്ക 12:49. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞേ കണ്ടാ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. പൊള്ളുന്ന അനുഭവം ഉണ്ടാവുന്ന അർത്ഥം. ചിലപ്പോൾ ഭാര്യയുടെ വാക്കിൽ നിന്നായിരിക്കും നമുക്ക് പൊള്ളണത്. പക്ഷെ ബുദ്ധിയും ബോധം ജ്ഞാനം ഉള്ളവൻ പറയണം, ഭാര്യയല്ല സംസാരിക്കണം, കർത്താവ് പതപ്പിക്കണമെന്ന് മനസ്സിലാക്കണം. കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? ചില മക്കൾ തന്നെ അങ്ങനെ തോന്നിയ വശം പറഞ്ഞവർ നമ്മുടെ അവർ പതപ്പിക്കും നമ്മളെ. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്. അത് ഇതിനകം കത്തി ജ്വലിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ സ്നാനം എന്നൊക്കെ പറയുന്നത് ഒരു കുളിപ്പിക്കലാണ്, കൃപയുടെ കുളിപ്പിക്കലാണ്. നമ്മൾ ജ്ഞാനസ്നാനപ്പെട്ടപ്പോൾ നമുക്ക് ലഭിച്ച വരപ്രസാദമാണ്.
ഈ വരപ്രസാദം എന്ന് പറയുന്ന ഓക്സിജൻ ആത്മാവിൻ്റെ ശ്വസനവായുവാണത്. വരപ്രസാദം ഇത് ഈ കൃപ ഉണ്ടാകണമെങ്കിൽ കുരിശുണ്ടാകണം. അതുകൊണ്ട് തീ ഇടയ്ക്കിടയ്ക്ക് വീഴും, പൊള്ളുന്ന അനുഭവം ഉണ്ടാവും, പതപ്പിക്കും. ഇതിൻ്റെ പ്രശ്നം എന്താ? ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം ലൈഫിനെ ദൈവത്തിനെ അതിനകത്ത് കക്ഷി ചേർക്കാൻ. അങ്ങനെ വരുമ്പോൾ എന്താ പറ്റണത്? ഉത്കണ്ഠയൊക്കെ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ പേരിൽ പെയ്തും പെരുക്കുകയും ബഹളം ഉണ്ടാക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യത്തില്ല. എന്താ കാര്യം? അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചൊന്ന് അതിൻ്റെ കൂടെ എഴുതിയിരിക്കണത്. ഉത്കണ്ഠ ഉണ്ടായി, പക്ഷേ ഉത്കണ്ഠയുടെ അർത്ഥം കക്ഷിക്ക് മനസ്സിലായി. ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ നഷ്ടപ്പെട്ടപ്പോഴേ ഞാനും നിൻ്റെ ഇപ്പോൾ 2:48 എന്താ പറയണത്? ലുക്കാൻ്റെ സുവിശേഷം 2:48 ഞാനും നിൻ്റെ പിതാവും കൂടി നിന്നെ ഉത്കണ്ഠയോടെ അന്വേഷിക്കുകയായിരുന്നു. പക്ഷേ ഉത്കണ്ഠ ഉണ്ടാക്കിയ സാഹചര്യം എന്താണ് എന്ന് ആൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് പിതാവിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലായി. കർത്താവ് പറയുന്നുണ്ട്, കണ്ടുമുട്ടിയപ്പോൾ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തികളിൽ വേപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഐ പ്രീസപ്പോസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ടു യു. എനിക്കറിയാം നിങ്ങൾക്കത് അറിയേണ്ടതാണെന്ന്. പക്ഷേ അമ്മയുടെ സ്വഭാവമല്ലേ, അമ്മയല്ലേ, പെട്ടെന്ന് ആശയമൊന്നും ഓർത്തില്ല. ആൾ കൈ മോശം വന്നപ്പോൾ പഠിച്ചു പോയി, ആൾ ഉത്കണ്ഠ കയറിപ്പോയി. ആ ഉത്കണ്ഠയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈശോ സംസാരിക്കുന്നത്. ഇങ്ങനെ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല, ഇറ്റ് ഈസ് നോട്ട് ടു യു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ട ആളാണെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് അമ്മ ആ അറിവ് ആ ഇമോഷണൽ ലെവലിൽ നിന്ന് ബുദ്ധിപരമായ ലെവലിലേക്ക് അറിവിനെ കൊണ്ടുവന്നിട്ട് അമ്മ അടുത്ത വാക്ക് പറയും. വചനം എന്ത് പറയും? അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് സമ. ലൂക്ക 2:51 അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഉത്കണ്ഠയുടെ അർത്ഥം മനസ്സിലായി. ഓരോ വിഷയം സംഭവിക്കുമ്പോൾ ആ സംഭവത്തിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാകും. അതുകൊണ്ട് ബൈബിൾ പറയണത് സംഭവിച്ചതെല്ലാം അവൻ മൂലമാണ്, അവന് കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഓരോ വിഷയങ്ങളും സംഭവിക്കുമ്പോൾ ഓർക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:3 ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 1:3 സമസ്തവും അവനിലൂടെ ഉണ്ടായി. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അതായത് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളും അതിന് അവന് ഒരു ദൈവികമായ ലക്ഷ്യമുണ്ട്. ഈ ലക്ഷ്യം മനസ്സിലാകുന്നവരെ നമ്മൾ ഉത്കണ്ഠപ്പെട്ടിരിക്കും. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതാണ് മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ അമ്മയെപ്പോലെ കാര്യങ്ങളുടെ അർത്ഥം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അമ്മയെപ്പോലെ മൗന സ്നേഹത്തോടെ ദൈവ തിരുസന്നിധി ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ടവളായി ജീവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമായാലേ, അതായത് നീ ദൈവത്തിൻ്റെ പൈതലാണോ എന്ന് വെച്ചാൽ നിൻ്റെ ഓരോ വിഷയങ്ങൾക്കും പൈതൽ എന്ന് പറയുന്നത് എന്താണ്? ദൈവ പൈതൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ദാറ്റ്സ് ഓക്കെ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ. ഇപ്പോൾ 8:14 റോമാലേഖനത്തിൽ പറയണത് ദൈവാത്മാവിനാൽ പറഞ്ഞേ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അതൊരു ആശയപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും അതാണ് അതിൻ്റെ ശരി. പക്ഷെ പ്രയോഗത്തിലെ വേറെ ഒരു ദൈവ പൈതലുണ്ട്. പ്രയോഗത്തിലെ ഒരു പൈതലിൻ്റെ പ്രശ്നം എന്താ? ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് അവന് 1.5 വയസ്സേ ഉള്ളൂ വിചാരിച്ചു. 1.5 വയസ്സേ ഉള്ളൂ. അവൻ ഇങ്ങനെ ജലദോഷം വന്ന് മൂക്കടച്ചിരിക്കണം വിചാരിച്ചു. അപ്പോഴും കുഞ്ഞ് പറയുക എൻ്റെ മൂക്കടച്ചിരിക്കുകയാണ്, ഒന്ന് ചിരി തരാൻ പറയുക. ഒരു വയസ്സുകാരൻ പറയുക എന്നെ പറയത്തില്ല. പക്ഷെ അമ്മയ്ക്ക് മനസ്സിലാകും. അമ്മയെടുത്ത് അവൻ മുഖം കൊണ്ട് വരും. അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അമ്മയെടുത്ത് വരും. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അടഞ്ഞിരിക്കണം എന്ന് പറയും. അപ്പോൾ അമ്മ അതിൻ്റെ അടുത്ത് പിഴിഞ്ഞ് കൊടുക്കും, ഇല്ലേ? ദാറ്റ് മീൻസ് ഇതൊരു പൈതലാണ്. അവൻ്റെ മൂക്ക് ചീറ്റണമെന്ന് അവന് ആഗ്രഹമുണ്ട്. പക്ഷേ അവന് കൺവേ ചെയ്യാൻ പറ്റും. അവൻ എന്താണ് അവൻ്റെ പ്രശ്നമെന്ന് അറിയത്തില്ല. ശ്വാസം മുട്ടുന്നുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നോൺ ടു ഹിം വാട്ട് ഈസ് ഹിസ് പ്രോബ്ലം. നമുക്ക് സംഭവിക്കാം, എന്തൊരു കുഴപ്പമുണ്ട്, എന്താണ് നമുക്കറിയത്തില്ല. അപ്പോൾ അവർ വന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും ഇത് മൂക്കള കയറിയിരിക്കുകയാണ്, ചിറ്റി കൊടുക്കണമെന്ന് പറയും. ഇതൊരു പൈതൽ അങ്ങനെയാണ്. നിസ്സാര മൂക്ക് ചീരണ കാര്യങ്ങൾക്ക് പോലും അമ്മയെ ആശ്രയിക്കും. ഇങ്ങനെയാണ് പൈതൽ ജനിക്കുന്നത്. ദൈവ പൈതൽ അങ്ങനെയാണ്. ഇപ്പം നിനക്ക് പൈസ ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ കലൂർ ടൗണിൽ പോയി തക്കാളി വാങ്ങിക്കാം, അല്ലെങ്കിൽ അരി വാങ്ങിക്കാം,
അതിന് നിനക്ക് വണ്ടിയുണ്ട്, വണ്ടി പെട്രോൾ ഉണ്ട്, ഓടിക്കാൻ നിനക്കറിയാം, ലൈസൻസ് ഉണ്ട്, ഓക്കെ. പക്ഷേ എന്നാലും നീ ദൈവ പൈതലാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകും. അവിടെയാണ് പ്രശ്നം. ദൈവ പൈതൽ അല്ലെങ്കിൽ ഞാൻ കാശുണ്ട്, എൻ്റെ കാശുണ്ട്, ഞാൻ വിലയെടുത്ത കാശാണ്, എനിക്ക് പെട്രോളുണ്ട്, എനിക്ക് ലൈസൻസ് ഉണ്ട്, പിന്നെ ഞാൻ എന്താ ദൈവത്തോട് പറയണത്? ഇതാണ് ജഡിക പൈതൽ എന്ന് പറയുന്നത്. ജഡിക പൈതൽ ഒരു കാര്യം ദൈവത്തോട് പറയത്തില്ല. ദൈവ പൈതൽ എല്ലാ കാര്യങ്ങളും അവനെ അറിയാവുന്ന കാര്യം പോലും ചെയ്യാവുന്ന കാര്യം പോലും ദൈവത്തോട് പറയും. ഇതാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനും ഇടതടവില്ലാതെ പ്രാർത്ഥിക്കാനും മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എല്ലാ കാര്യവും പ്രാർത്ഥനയുടെ സബ്ജക്റ്റാണ്. അല്ല നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം പ്രാർത്ഥനയല്ല. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായില്ലൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് പണമില്ലെങ്കിൽ മാത്രം അപ്പൻ്റെ അടുത്ത് വരികയും പണം ഉള്ളപ്പോൾ കൂട്ടുകാരത്ത് പോവുകയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നീ ജാരസന്തതിയാണ്. അതാണ് പ്രശ്നം. നമുക്ക് ഒരു ആവശ്യമുള്ളപ്പോൾ മാത്രം അപ്പനെയും അമ്മനെ വേണം, ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങൾ കൂട്ടുകാരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അപ്പനെയും അമ്മയെ തിരക്ക് പോലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻസ് പ്രശ്നമുണ്ട്. റിലേഷൻ എന്ന് പറയുമ്പോൾ ദൈവവുമായിട്ടുള്ളത് റിലേഷനാണ്. പക്ഷേ അതെനിക്ക് തോന്നുന്നത്, ഞാൻ ഇത്രയും നാൾ മനസ്സിലാക്കിയപ്പോഴേ ഞാൻ ഒരു കാര്യമൊക്കെ പറയാം, ഒരു രഹസ്യം പറയാം. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ ഞാൻ അച്ഛനാകേ ഉള്ളൂ. അത് നല്ല പുണ്യം കിട്ടുന്ന ജോലിയൊന്നുമല്ല പ്രശ്നം. ഇത് വേറൊരു വിഷയമുണ്ട്. അപ്പോൾ ചിന്തിച്ചാൽ പിടികിട്ടാത്തൊരു വിഷയമുണ്ട്. ചിന്തിച്ചാൽ പിടികിട്ടാത്ത വിഷയം എന്ന് പറയുന്നത് ഇതൊരു കമ്മിറ്റ്മെൻറ്റ് പ്രശ്നമാണ്. നമ്മൾ ദൈവത്തെ ഒരിക്കൽ മനസ്സിലാക്കിയ നമ്മൾ ലൈഫ് അങ്ങോട്ട് കമ്മിറ്റ് ചെയ്യും. എനിക്ക് വേണ്ടി ദൈവം ഒരു ഞാൻ ദൈവത്തോട് ഈ ജന്മം കൊണ്ട് നന്ദിയുള്ളവനാണ്. എന്ന കാരണം എനിക്ക് ബോധവും അത്ര അറിവും ഇല്ലാഞ്ഞ കാലത്ത് ദൈവം എനിക്ക് വേണ്ടി ഒരു തീരുമാനം എടുത്തില്ലേ. ഞാൻ SLC പാസ്സാകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഈ ജോലിക്ക് വന്നുള്ളൂ. ബാക്കിയെല്ലാവരും സ്വാഭാവികമായിട്ട് കുടുംബജീവിതത്തിലേക്കാണ് പോയത്. പക്ഷേ ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തന്നത് എനിക്ക് മനസ്സിലായത് ഇത് ശരിക്കൊരു വേർപാട് ജീവിതമാണെന്ന് മനസ്സിലായത് 75 ഞാൻ പൂർണ്ണ കാലത്തല്ല. 75 കഴിഞ്ഞിട്ട് 80 കഴിഞ്ഞിട്ട് 81 1981 ആണ് ഞാനവിടെ സഭാവസ്ത്രം സ്വീകരിക്കുന്നത്. സഭാവസ്ത്രം സ്വീകരിക്കണവരെ ഐ ആം നോട്ട് ദാറ്റ് കോൺഷ്യസ് അബൌട്ട്. എനിക്കത്രയും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഇത് സാധാരണ ജീവിതം പോലെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു പോയി ദൈവത്തിന് വേണ്ടി ജോലി ചെയ്ത് പോകുമെന്നാണ് വിചാരിച്ചത്. സഭാവസ്ത്രം സ്വീകരിക്കുന്ന തലേ ദിവസം ആയപ്പോൾ എൻ്റെ മനസ്സ് കിടുങ്ങിപ്പോയി. കാര്യം ഇനി വേറെ ഒരു ലൈഫാണ്, സെറ്റ് അപ്രാട്ട്. അപ്പോൾ എന്നിട്ട് ദൈവം എന്നാ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഈ സഭാവസ്ത്രത്തിന് ഭയങ്കര വിലയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പല പരീക്ഷകരെ തോപ്പിച്ചിട്ട് അവരെന്നെ പറഞ്ഞു വിടുമെന്നുള്ള കണ്ടീഷൻസ് വന്ന് 2 പ്രാവശ്യം വന്ന്. അപ്പോൾ ഞാൻ കരഞ്ഞു കൂവി കാര്യക്കെട്ടി വീണ്, കർത്താവേ എൻ്റെ ഈ ജന്മം എനിക്ക് അച്ഛനാകണം, എനിക്ക് കുർബാന അർപ്പിക്കണം, എനിക്ക് ദൈവജനത്തിൽ ജോലി ചെയ്യണം, എനിക്ക് മിഷൻ ജോലി ചെയ്യണം, എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ അച്ഛന്മാരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ പറഞ്ഞു വിടരുതെന്ന്. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞേ എപ്പോഴും എന്നെ പറഞ്ഞു വിടരുത്, എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, എന്നെ എത്രയും വേഗം അച്ഛൻ 2 മണി തൊട്ട് 4 മണി വരെയൊക്കെ ഞാൻ രാത്രി 3 കൊല്ലം അടുപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പോകും ബെഡിൽ നിന്ന്, എന്നിട്ട് 3-ാം നിലയിൽ പോയി ഒറ്റയ്ക്കിരിക്കും. 4 മണി വരെ ഇന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഏത് കാലഘട്ടം, കോളേജിൽ പഠിക്കുന്ന PDCക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ പോലും. അപ്പോൾ അത്രയും തീഷ്ണമായി എനിക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. പക്ഷേ ആ ഇടക്കാണ് എനിക്കിതുപോലെ പഠനത്തിൽ പ്രശ്നം വരുമ്പോൾ അവർ ഡിസ്മിസ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഞാൻ വിഷമിക്കും. പക്ഷേ കർത്താവ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? മനഃപൂർവ്വം ഇങ്ങനെ ഉടുപ്പ് തരത്തില്ല, സ്വഭാവസ്ഥം തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിനെ കശക്കി അത് ചോദിച്ചു വാങ്ങാൻ വേണ്ടി എന്നെ കരയിപ്പിക്കുന്ന അവസ്ഥ കൊണ്ട് ആക്കി. എന്തിനാണ്? ആ ഉടുപ്പിൻ്റെ വില എന്നെ മനസ്സിലാക്കിയിട്ടാണ് ഉടുപ്പ് തന്നിരിക്കണത്. അതുകൊണ്ട് ഞാൻ ഉടുപ്പ് ഊരിയത്തില്ല. ഒരിക്കലും ഞാൻ പാൻസ് എടുത്ത് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടാണ് പുറത്ത് ഞാൻ പോകത്തില്ല. ഈ 40 കൊല്ലമായിട്ട് പോയിട്ടില്ല. വലിയ സാഹിത്യ അക്കാദമി പഠിച്ചപ്പോൾ തൃശ്ശൂർ പഠിച്ചപ്പോൾ അവിടുത്തെ അച്ഛനായതുകൊണ്ട് അവിടുത്തെ ഈ പബ്ലിക് ക്ലോസറ്റൊക്കെയാണ്, അവിടെ മാത്രമാണ് ഞാൻ പാൻസ് ഇട്ട് പോയിരിക്കുന്നത്. വേറെ പോയിട്ടില്ല, പരമാവധി പോയിട്ടില്ല. പിന്നെ ട്രെയിനിൽ കിടന്ന് ഉറങ്ങാൻ നേരത്തുള്ളൂ ഓക്കെ വിട്ട് ആണ് ഞാൻ ട്രെയിനെ കയറണത്. 3-ാമത്തെ ചിലപ്പോൾ നമുക്ക് ബെർത്തൊക്കെ കിട്ടുമ്പോൾ അകല യാത്രയ്ക്ക് ചിലപ്പോൾ 3-ാമത്തെ നിലയെ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് കിടന്നിട്ട് ഞാൻ ഉടുപ്പ് വരും. എന്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾക്ക് അതിനോട് അറ്റാച്ച്മെൻറ്റുള്ള രീതിയിലാണ് ദൈവം നമ്മളെ വളർത്തിയെടുത്തത്. എന്തിന് വരുന്ന വിഷയം എന്ന് പറയണത്, ഒരിക്കൽ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ കാര്യം എന്നേക്കാൾ സന്തോഷമാണ്. നിങ്ങൾക്കാര്യം നിങ്ങൾ കുടുംബജീവിതത്തിലുള്ളവരാണ്. എനിക്കാണെങ്കിൽ 1 മാസത്തിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകത്തുള്ളൂ, നിങ്ങൾക്ക് 1 ദിവസം ഒരു പ്രശ്നം ഉണ്ടാകും. അതാണ് വിഷയം. അതായത് അതായത് എനിക്ക് വേണ്ട ഒരു പുണ്യം ഞാൻ നേടണമെങ്കിൽ 1 മാസത്ത് പറ്റത്തുള്ളൂ. നിങ്ങൾക്കാണെങ്കിൽ എപ്പോഴും വിഷയം ഉണ്ടാവും. കുടുംബത്തിൽ ജീവിക്കുന്നു, സമൂഹത്തിൽ ജീവിക്കുന്നു, അയൽവാസികളുടെ പ്രശ്നം, എല്ലാവരുമായിട്ട് പ്രശ്നമല്ലേ. അതായത് എല്ലാം നിങ്ങളുടെ മേക്കെട്ട് കയറാൻ വരും. ഞങ്ങളുടെ അധികം ആൾക്കാർ മേക്കെട്ട് കയറാൻ വരത്തില്ല. ഞാൻ പിന്നെ മേക്കെട്ട് കയറാൻ മിണ്ടത്തില്ല. അവിടെ പോയി കത്തിക്കത്തും ബാക്കി പിടിക്കത്തില്ല. ചിലപ്പോൾ തോറ്റു കൊടുക്കും. എന്താ കാര്യം? ഈശോ ജയിക്കേണ്ട കാരണം ഞാൻ എന്നെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ നോക്കത്തില്ല. അങ്ങനെ ഒരു ന്യൂട്രലായിട്ട് നിൽക്കുകയുള്ളൂ. ചിലപ്പോൾ ചേട്ടാ മനസ്സ് ശരിയല്ലെന്നൊക്കെ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും പറയത്തില്ല.
എന്താ പ്രശ്നം വെച്ചാൽ ഒരു ഇഷ്യൂ അങ്ങനെ ഡെവലപ്പ് ക്രിയേറ്റ് ചെയ്താൽ അവിടെ എനിക്ക് ജയിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഞാൻ ജയിച്ച ചിലപ്പോൾ ഈശോ തോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിച്ചുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. അപ്പോൾ അത് കുറച്ച് നാൾ നിങ്ങൾ പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാകും. ഒത്തിരി കാര്യങ്ങൾക്ക് പോയി നിങ്ങൾ വാക്കത്തേക്ക് വട്ടം പിടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചങ്ങോട്ട് വിട്ടുകൊടുക്കുക. ദൈവത്തെ നിങ്ങൾ പ്രധാനപ്പെട്ട ആളായിട്ട് കണ്ടിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസം തോക്കരുത്, ഞാൻ തോറ്റാലും എൻ്റെ വിശ്വാസം തോക്കരുതെന്ന് പറയണം. അങ്ങനെ വന്നാൽ നിങ്ങൾ ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഞാൻ തോറ്റാലും എൻ്റെ വിശ്വാസം, കാരണം എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവമാണത് വിശ്വാസം തന്നെ എത്തിക്കണം, ദൈവത്തിലല്ലേ എത്തിക്കണത്. അപ്പോൾ അത് ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ കസ്തർക്കം മിസ്തർക്കം എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിക്കണമല്ല, അത് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പോസിഷനാണ്, നിലപാടാണത്. ഒരു നിശബ്ദ നിലപാടാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അത് നിനക്കും നിൻ്റെ ദൈവത്തിനും എല്ലാവർക്കും അത് എക്സ്പ്ലെയിനബിൾ അല്ല. എല്ലാവരോടും അവർ പറയും ബുദ്ധിമോശം കാണിച്ചില്ല, മണ്ടത്തരമല്ലേ, ഇതെന്താണ് മറ്റുള്ള നമ്മുടെ വായുടെ കത്തിടേറി കൈയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അളമുട്ടി ആരാണ് കടിക്കാത്തത്, നീ മനുഷ്യരാണെന്നൊക്കെ അത് ചോദിക്കും. ദാറ്റ്സ് ഓക്കെ. അമ്മ ഇതിനെല്ലാം പറ്റിയ ആളാണ്. അമ്മ ദൈവം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഒരിക്കലും നഷ്ടപ്പെട്ടതിൻ്റെ അനുഭവം അവർക്ക് മനസ്സിലാക്കിയതാണ്. അവർക്ക് അത്ര ഉത്കണ്ഠയായിട്ട് ഉറങ്ങാത്ത രാത്രിയായിരുന്നു. 2ാമത്തെ ദിവസവും 3-ാം ദിവസമാണ് ഈശോനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഉത്കണ്ഠ കൊണ്ട് ഉറങ്ങാതെ കിടന്ന ദിവസമാണ്. അപ്പോൾ ദൈവം നഷ്ടപ്പെടുന്നത് എന്താണെന്ന് ഈ അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ എപ്പോഴും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയുള്ളൂ. കാര്യം ഞാൻ ജയിച്ചിട്ടോ ഞാൻ ദൈവം നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു ചിന്ത. ആധ്യാത്മിക ജീവിതം സത്യസന്ധമായ ഒരു നിലപാടുകളാണ്. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും സന്തോഷമായിരിക്കുക, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. ഈ മുത്തേടൻ അച്ഛൻ ബൈബിൾ തർജ്ജിമ ചെയ്തപ്പോൾ പറഞ്ഞത് പത്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കാനുള്ള പുതിയ സംസ്കൃത വാക്കൊന്നും അല്ല പുള്ളിക്കാരൻ പറഞ്ഞത്, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണമെന്നത്. അതാണ് എനിക്കിഷ്ടം. ഞാൻ ഈ POC-ക്കാരൻ്റെ തർജ്ജിമയേക്കാളും ഞാൻ ഇന്നും മനസ്സിൽ കൊണ്ടുവയ്ക്കണ മുത്തേടൻ ഉൾഗാത്തായി നേരിട്ട് എടുത്തിട്ട് നാട്ടുഭാഷയിൽ സംസാരിക്കും. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ അവൻ അവരോട് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമാണ്, മനുഷ്യൻ്റെ അനുഭവമായിട്ട് ബന്ധമാണത്. പ്രാർത്ഥനയ്ക്കുള്ളിടത്തോളം മടുപ്പ് വേറെ എന്തിനുണ്ട്? വേറെ ഒന്നിനുമില്ല. ഈ ലോകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ മടുപ്പുള്ള സംഭവം എന്താണ്? പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ്റെ പേരെന്താ, ഇമ്മാനുവൽ ഇവിടെ ഒരു 22 വയസ്സാണ് പയ്യൻ വന്നിവിടെ. ഇമ്മാനുവൽ വന്ന് ഇമ്മാനുവലിൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തിട്ട് അവൾ ലിഫ്റ്റ് ചെയ്ത്, അമ്മയുടെ രൂപ അറിയാമല്ലോ, അമ്മ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത് ലിഫ്റ്റ് ചെയ്ത് കളയും. നടന്ന് കയറാൻ പറ്റാത്തവരാണ് പിള്ളേരെ നമ്മൾ എന്ത് ചെയ്യും? അമ്മമാർ ഇപ്പോൾ അമ്മയും കുഞ്ഞും കൂടി പള്ളിയിൽ പോയി, 2 വയസ്സുള്ള കൊച്ചും കൂടി പള്ളിയിൽ കൂടി പോയി, അല്ലെങ്കിൽ അവനത് പനിയാണ്, അത് നടന്നിട്ട് കയറണില്ല, അമ്മ എന്ത് ചെയ്യും? എടുക്കും. ഇത് തന്നെ നിന്നോട് അമ്മ ചെയ്യും. അവൻ്റെ ചേച്ചിയെ ലിഫ്റ്റ് ചെയ്ത് നടന്ന് വരികയെന്ന് മനസ്സിലായപ്പോൾ അമ്മ അരയിലെടുത്തുകൊണ്ട് ജർമ്മനി കൊണ്ടുപോയി. അപ്പോൾ ഇമ്മാനുവലിന് വിശ്വാസമായി, ഞാനും ഒരു പൊട്ടനാട് ജീവിക്കുകയാണ്, എനിക്ക് നടക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാനും വന്ന് ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2 പേർക്ക് ഉടമ്പടി എടുക്കാൻ പറ്റില്ലെന്ന് അറിയാമെങ്കിൽ ഇമ്മാനുവലിന് ഉടമ്പടി എടുക്കണം. ചേച്ചി പോയി രക്ഷപ്പെട്ട പോലെ എനിക്കും രക്ഷപ്പെട്ട പോലെ അവൻ ഇവിടെ വന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു സ്ത്രീ സ്വരം വളരെ ഭവ്യവും സ്വർഗീയവുമായി, ഇമ്മാനുവൽ കയറി വരൂ. അവൻ ഞെട്ടിപ്പോയി. ഇമ്മാനുവൽ കയറി വരൂ. അത്രയും കൊതിയോടുകൂടി കൃപാസനം മാതാവ് ആരോ ആണെന്ന് അവൻ ചിന്തിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും ഈ അമ്മയുടെ സ്റ്റെപ്പെ ചവിട്ടിയപ്പോൾ അവൻ വിളിച്ചു ഇമ്മാനുവൽ. അപ്പോൾ എൻ്റെ പേര് വിളിക്കാൻ ആരാണെന്ന് നോക്കിയിട്ട് അവന് പരിചയമുള്ള ആരും ഇവിടെ ഇല്ല. അതാണ്, അവന് പരിചയമുള്ള ആരുമില്ല, ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ട കൂട്ടുകാർ ആരുമില്ല. ഇവിടെ വരുമ്പോൾ ഇമ്മാനുവൽ കയറി വരൂ. അത് കൃപാസന അമ്മ ഒരു സാന്നിധ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു ആശയമോ ഒരു തിരുസ്വരൂപമോ ഒന്നുമല്ല, അതൊരു സാന്നിധ്യമാണ്. അത് ഉടമ്പടിയിലൂടെയാണ് നമുക്ക് ഈ സാന്നിധ്യം. നിങ്ങൾക്കറിയാമല്ലോ ഉടമ്പടി നിങ്ങൾ ഉടമ്പടിയിൽ ഒരു 10,000 സാക്ഷി നമ്മുടെ കയ്യിലുണ്ട്. 10,000 ഒന്നും അല്ല കേട്ടോ. ഈ സഭയിൽ ഇതുപോലെ സാക്ഷ്യമുള്ളൊരു പ്രയർ ഇല്ല, അത് നിങ്ങൾക്കറിയാം. എന്തുമാത്രം വെബ്സൈറ്റ് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. നമുക്ക് ഒരു ദിവസം തന്നെ 25 സാക്ഷ്യം അപ്പ് ചെയ്യാൻ പറ്റിയ സാക്ഷ്യമുണ്ട്. 25 സാക്ഷ്യം അപ്പ് ചെയ്യാൻ പറ്റി. അപ്പോഴേ ഇത്രയും സാക്ഷ്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായി നമുക്ക് വരുന്ന ഒരു വിഷയം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഈ സാക്ഷ്യങ്ങളാണ്. രോഗം സുഖപ്പെടുക, അല്ലേ? ഇപ്പോൾ ഇമ്മാനുവൽ കയറി വരാൻ പറഞ്ഞില്ലേ, സെക്കൻഡുകൾക്കുള്ളിൽ ആൾ IELTS പാസ്സാക്കി പാക്ക് ചെയ്ത് ആൾ പോയി. ചേച്ചിയുടെ അതേ കോളേജിൽ തന്നെ പോയി, ജർമ്മനിയിൽ. സ്പീഡ് അതായത് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമേ, നടന്നു വരുമ്പോൾ സ്പീഡ് കുറവായി. അപ്പോൾ കൈയൊക്കെ പിടിച്ച് നടത്തും ദൈവം, പക്ഷേ എടുക്കുമ്പോൾ അറിയാൻ പറ്റും. സ്പീഡ് വിത്തിൻ നോ ടൈം വിത്തിൻ 2 വീക്കൊക്കെ ഈ സംഭവം സെറ്റ് ചെയ്ത് പോകും. ചിലപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഉടമ്പടിയിൽ എഴുതുമ്പോൾ തന്നെ സെറ്റാവും. അത് ലിഫ്റ്റ് ചെയ്യണമാണ്. അത് വല്ലാത്ത അങ്ങനെ കോരിയെടുക്കും. എടുത്ത് പിന്നെ നമ്മളുടെ ശക്തിയിലല്ല, നിങ്ങൾ എനിക്ക് തോന്നുന്നത് സറണ്ടർ ചെയ്യണമെന്നാണ് തോന്നുന്നത്.
നിങ്ങൾ ഇത് അതായത് ദൈവമേ ഇത് സത്യമായിട്ട് ഞാൻ പറയുകയാണ്, എന്നെക്കൊണ്ടിത് പറ്റത്തില്ല, നീ ഇത് ഫുൾ ആൻഡ് ഫുൾ 99% ഞാനും 99% നീയും 1% ഞാനും എന്ന് ഞാൻ പറയണില്ല, 1% കൂടി സറണ്ടർ ചെയ്യണം, 100% നീ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാവത്തില്ല എന്ന് തുറന്ന് അങ്ങോട്ട് സറണ്ടർ ചെയ്യണം. പക്ഷേ ഈ സറണ്ടർ ചെയ്യുന്ന വ്യക്തിക്ക് നല്ല ദൈവസ്നേഹം ഉണ്ടാകണം. നീ ഉടമ്പടിയുടെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നിൻ്റെ കാര്യം മാത്രം ചെയ്തിട്ട് ഞാൻ സറണ്ടർ ചെയ്തെന്ന് പറഞ്ഞിരിക്കരുത്. നീ ദൈവം നിനക്കറിയാമല്ലോ, ദൈവം ഏത് ക്ലേശകാലത്തും ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ വി ഡോണ്ട് ഫീൽ ഇറ്റ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഐസയ 30:21 എന്താ പറയണത്? കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും പറഞ്ഞ് കർത്താവ് എനിക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന് ജലവും തന്നാലും എൻ്റെ ദൈവം നിന്റെ ദൈവം മറഞ്ഞിരിക്കില്ല. മറഞ്ഞിരിക്കുകയില്ല. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേ പോകും. അപ്പൊ ദൈവം നിന്റെ വഴി നടത്തി തന്നെ ഒരാളാണ്. അതുകൊണ്ടാണ് ദൈവവുമായിട്ട് പിരിയണ ഒരവസ്ഥ ഉണ്ടാക്കരുതെന്ന് പറയണത്. സാന്നിധ്യത്തിൻ്റെ പ്രോബ്ലം നമുക്ക് കഷ്ടകാലത്ത് നമുക്ക് ഇടം വലം തിരിഞ്ഞു നോക്കുമ്പോൾ പല പല പരിഹാരങ്ങൾ പല പല രീതിയിൽ നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് പറ്റിയ. ഇപ്പം ഞാൻ ചിലരോട് പറയുമല്ല, വെയിറ്റ് ചെയ്ത് നിങ്ങൾ തീരുമാനമൊന്നും എടുക്കരുത്, 10 ഡേറ്റ് ഇട്ട് കൊടുക്കും, 48 ദിവസം 48 ദിവസം ഒന്നും ഇപ്പം വസ്തു വിൽപ്പന, ജപ്തി, അങ്ങനെ പല പ്രശ്നങ്ങൾ, മാളെ കെട്ടിക്കൽ, പറമ്പ് വിൽക്കൽ, ഇങ്ങനെ പല പല വിഷയത്തിൽ വിഷമിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമുക്കൊന്നും കിട്ടത്തില്ല. എന്താ കാര്യം? ഭാര്യയൊക്കെ കുറ്റപ്പെടുത്തുകയുള്ളൂ. മക്കളാണെങ്കിൽ അവരുടെ കാര്യം നടക്കാത്തത് കൊണ്ട് നമ്മുടെ മേക്കെട്ട് കയറും. നമുക്കാണെങ്കിൽ വീട്ടിൽ വരാൻ തോന്നണമില്ല. കാര്യം ഭക്ഷണം തന്നെ വല്ലതും കിട്ടിയെങ്കിൽ അവിടുന്ന് കഴിക്കാം. വീട്ടിൽ വരുമ്പോൾ ഓരോരുത്തരും മോന്തയും കണ്ടിട്ട് അവരത് ചെയ്തായിരുന്നു, അവിടെ പോയായിരുന്നു, അവരെന്ത് പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞു. ഊട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കിടക്കളാ ഈ ബുദ്ധിയും ബോധമില്ലാത്ത പെണ്ണുങ്ങൾ നമ്മളെ പിന്നെ പിരികേറ്റും. അവരെന്ത് പറഞ്ഞു, അവിടെ പോയില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം, ഇവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം. ചിലർ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും ബോധമില്ലാത്ത ഒത്തിരി പെണ്ണുങ്ങൾ കല്യാണം കഴിച്ച് ഭാര്യമാരായിട്ടുണ്ട്. അതിൻ്റെ കാര്യത്തിന് അവർക്ക് അറിയത്തില്ല ഇയാൾ എങ്ങനെയാണെങ്കിൽ പൊള്ളിപ്പടുത്ത് വരികയാണോ. അവരോട് ഊണ് കഴിക്കുമ്പോൾ വല്ലവരും സംസാരിക്കുക, ഊണ് കഴിക്കുമ്പോൾ സംസാരിച്ച് പിന്നെ മറുപടി അവസ്ഥ നമ്മൾ ഇട്ടു പോകും. അപ്പോൾ അത് വെച്ചാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറച്ച് സംസാരിച്ചിട്ട് ബാക്കി ദൈവത്തോട് പറയണം. ഇവരോട് സംസാരിച്ച കാര്യമില്ല. കാരണം നിങ്ങൾക്കൊരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് 10-15 കൊല്ലം ജീവിക്കുമ്പോൾ അതെന്ത് ഉരുപ്പടിയാണ് നിങ്ങൾക്കറിയാൻ പറ്റും. പിന്നെ അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി മരണം വരെ നിങ്ങൾ എനർജി ചിലവാക്കിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമുക്കറിയാൻ പറ്റുമല്ലോ, ഒരു 5 കൊല്ലം ജീവിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭർത്താവ് എന്ത് ജാതിയാണ്, ഭാര്യ എന്ത് ജാതിയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ദ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് ആ വിഷയം സംസാരിച്ച പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ദൈവത്തോട് പറയുക. അവിടുത്തെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് പ്രാർത്ഥനയായിട്ട് കാഴ്ചവെക്കണം. നമ്മുടെ ആന്തരിക ആത്മാവിന് പ്രാണവായു കൊടുക്കാൻ വേണ്ടി കടലിൽ അലകളുള്ളതുപോലെ, അലകളിൽ ഓക്സിജൻ ജനിക്കുന്ന പോലെ നമ്മുടെ പ്രശ്നങ്ങൾ പ്രാർത്ഥനയാക്കി മാറ്റുമ്പോൾ ഈ വിശ്വാസത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, അതുപോലെ തന്നെ പ്രത്യാശയുടെ, ദൈവകൃപയുടെ ഓക്സിജൻ, പ്രാണവായു, കൃപ രൂപപ്പെട്ടു വന്നിരിക്കും. ഇത് ഇരട്ടത്തക്കത്തിനാണ് സംഭവിക്കുന്നത്. ഇത് വിവേചിക്കണ കൊണ്ടാണ് മറിയം അങ്ങനെയുള്ള തക്കങ്ങളിലൂടെ പോകുമ്പോൾ അവർ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിനെക്കുറിച്ച് ധ്യാനിക്കും, പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, ജീവിതത്തിന്റെ ഇരുട്ട് തക്കങ്ങളിലെ ആത്മാവിന്റെ പ്രാണവായു ഉൽപ്പാദിപ്പിക്കുന്ന അലയൊഴികളുടെയും കാലങ്ങളിലെ കർത്താവേ കൃപയാർജിക്കുന്ന പരിസ്ഥിതിയെ വിവേചിച്ച് മനസ്സിലാക്കി അത് പരിപാലനയുടെ ഭാഗമായി മനസ്സിലാക്കി ദൈവത്തിന് നന്ദി പറയുക. പ്രാർത്ഥനയോടെ, മടുപ്പുകൂടാതെ പ്രാർത്ഥനയോടെ, ഇടതടവില്ലാതെ പ്രാർത്ഥനയോടെ അങ്ങേ അനുഭവിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ.